SCERT കരട് കൈപ്പുസ്തകത്തിൽ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചുള്ള ഭാഗത്ത് തിരുത്തോട് തിരുത്ത്. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യ വിട്ടത് ബ്രിട്ടനെ ഭയന്ന് എന്നായിരുന്നു കരട് കൈപ്പുസ്തകത്തിലെ ആദ്യ പരാമർശം. ഭയന്ന് എന്നത് പലായനം എന്നാക്കിയാണ് ആദ്യ തിരുത്ത്. ഇത് പിന്നീട് രാഷ്ട്രീയ കാരണങ്ങളാൽ എന്ന് വീണ്ടും തിരുത്തി. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷ്, നമുക്കറിയാവുന്ന ചരിത്രം, ഇത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടി മറ്റ് വിദേശ രാജ്യങ്ങളോട് സഹായം തേടുന്നതിന്, സോവിയറ്റ് യൂണിയനും ജപ്പാനും ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളോട് സഹായം തേടുന്നതിന് വേണ്ടിയൊക്കെ അദ്ദേഹം ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോയി എന്നൊക്കെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതിപ്പോൾ ഇത് തിരുത്തോടെ തിരുത്ത് വരുമ്പോഴും അത് മുഴുവൻ തെറ്റുമാണല്ലോ ഉമേഷ്. തീർച്ചയായും അനുജ, നമ്മൾ പഠിച്ചിട്ടുള്ള ചരിത്രവും രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രവും അതുതന്നെയാണ്. സുഭാഷ് ചന്ദ്രബോസ് രാജ്യം വിടുകയും ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിക്കാൻ വിവിധ വിദേശ രാജ്യങ്ങളുടെ സഹായം തേടുകയും അതിനുവേണ്ടി ഒരു ആർമിയെ രൂപീകരിക്കുകയും ചെയ്തിരുന്നു. ആ ആർമി അതിനുശേഷം ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ആർമിയെ രൂപീകരിക്കുകയും ചെയ്തത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അധ്യാപകർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള കൈപ്പുസ്തകമാണ്. സാധാരണ വിദ്യാർത്ഥികൾക്ക് ഒരു പുസ്തകം ഇറക്കും, ഒപ്പം അധ്യാപകർക്ക് പഠിപ്പിക്കാൻ വേണ്ടി നോട്ടുകൾ മാത്രം തയ്യാറാക്കിയുള്ള ഒരു കൈപ്പുസ്തകം ഇറക്കും. ഈ കൈപ്പുസ്തകത്തിലാണ് പിഴവ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ആദ്യ പിഴവ് ഈ ബ്രിട്ടീഷുകാരെ ഭയന്ന് ജർമ്മനിയിലേക്ക് പലായനം ചെയ്ത സുഭാഷ് ചന്ദ്രബോസ് എന്ന രീതിയിലായിരുന്നു. രണ്ടാമത് ഈ ഭയന്ന് എന്നുള്ളത് ഒഴിവാക്കി ജർമ്മനിയിലേക്ക് പലായനം ചെയ്തു എന്ന് മാത്രമാക്കി. അതിനുശേഷം വീണ്ടും തിരുത്തിയിരിക്കുന്നു. രാഷ്ട്രീയ കാരണങ്ങളാൽ ജർമ്മനിയിലേക്ക് പോയത് എന്നാക്കി മാറ്റിയിരിക്കുന്നു. എന്തായാലും പിഴവ് ഒന്നിലധികം ഭാഗം തിരുത്തിയിരിക്കുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്ന അധ്യാപകൻ സാധാരണ രീതിയിൽ ഈ 4ാം ക്ലാസ്സിലെ പാഠപുസ്തകമാണെങ്കിലും പരിസര പഠനം പാഠപുസ്തകമാണ്, അതായത് സാമൂഹ്യ പാഠം പാഠപുസ്തകം, അതിൻ്റെ പേര് മാറ്റുന്നതാണ്. ഈ പാഠപുസ്തകം തയ്യാറാക്കുമ്പോഴും ഈ ചരിത്രബോധമുള്ള അധ്യാപകരാണ് ഇത് തയ്യാറാക്കേണ്ടത്. ഇത് ആദ്യം തയ്യാറാക്കിയ ആൾക്കും ചരിത്രബോധം ഉണ്ടായിരുന്നില്ല, രണ്ടാമത് തിരുത്തിയ ആൾക്കും ചരിത്രബോധം ഉണ്ടായിട്ടില്ല, മൂന്നാമത് ഒടുവിൽ മന്ത്രി അടക്കം വിഷയത്തിൽ ഇടപെട്ട് ഈ പലായനം കൂടി ഒഴിവാക്കേണ്ടി വന്നു. അതായത് ഒന്നുകിൽ ചരിത്രബോധവും ഈ മലയാളം ഉപയോഗിക്കുന്നതിൻ്റെ മലയാള ഭാഷയും കൃത്യമായി മനസ്സിലാക്കാത്ത അധ്യാപകരാകണം ഇത്തരത്തിൽ ഈ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയത്. എന്തായാലും 2 തവണ തിരുത്തലിന് ശേഷം 3ാമത്തെ പാഠപുസ്തകം ഇപ്പോൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് കറക്റ്റായ കാര്യങ്ങളുള്ളതാണോ ഉമേഷ്? തീർച്ചയായും നമ്മളിപ്പോൾ ഈ പാഠപുസ്തകം ഏകദേശം 90ഓളം പേജുള്ളതാണ്. ഇതിൽ ഈ 40ാമത്തെ പേജിലാണ് ഈ പരാമർശം വരുന്നത്. വിവിധ സ്വാതന്ത്ര്യസമര സേനാനികളെ കുറിച്ചുള്ള പരാമർശങ്ങളാണ്. അതിലൊരു പരാമർശമാണ് ഈ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചുള്ള. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജീവിതരേഖ അത് വളരെ ചുരുക്കി എഴുതിയിരിക്കുന്നത്. ഈ എഴുതിയിരിക്കുന്നതിലാണ് ആദ്യമായി ഈ ആദ്യ പരാമർശത്തിൽ തന്നെ ഇത്തരത്തിൽ ബ്രിട്ടീഷുകാരെ ഭയന്ന് ജർമ്മനിയിലേക്ക് പലായനം ചെയ്തു എന്ന് രേഖപ്പെടുത്തുന്നു. രണ്ടാമത് ഈ ഭയന്ന് എന്നുള്ള വാക്ക് മാത്രം മാറ്റി ഈ ബ്രിട്ടീഷ് ഭരണത്തിനിടയിൽ ജർമ്മനിയിലേക്ക് പലായനം ചെയ്തു, ഭയന്ന് എന്നുള്ള വാക്കെടുത്ത് മാറ്റുന്നു. ഇപ്പോൾ മൂന്നാമത് ഈ പലായനം എന്ന് മാറ്റി രാഷ്ട്രീയ കാരണങ്ങൾ ജർമ്മനിയിലേക്ക് പോകുന്നു. ഇത് മാത്രമാണ് ഇപ്പോൾ വായിക്കാൻ കഴിഞ്ഞത്. എന്തായാലും തുടർന്ന് വായിക്കേണ്ടിയിരിക്കുന്നു. ഏകദേശം 90ഓളം പേജുണ്ട്. എന്തായാലും നിലവിൽ ഈ ഒരു പിഴവ് മാത്രമാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഒരുപക്ഷെ ഇനി വായിക്കുമ്പോൾ കൂടുതൽ പിഴവുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. ടീച്ചർമാർക്കുള്ള പുസ്തകമാണ്, കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനുള്ള കൈപ്പുസ്തകം. ആ പുസ്തകത്തിലാണ് തെറ്റ് വന്നിട്ടുള്ളത്. സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചുള്ള ഭാഗത്താണ് നിറയെ തെറ്റുകൾ. അത് പല കുറി തിരുത്തി നൽകേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഉമേഷ് നൽകുന്ന വിവരം.